ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ലീവ് കിട്ടിയപ്പോൾ വിചാരിച്ചു ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഇപ്പം പക്ഷെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല വെയിലായിട്ടുണ്ട്. മഴക്കാറൊന്നും കാണുന്നൊന്നുമില്ല, നോർമലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. തിരക്കുണ്ടാവുമായിരിക്കും, ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ മുതലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. ലുലുവിൽ പോകുമ്പോൾ എപ്പോഴും മെട്രോനെ പോകാറുള്ളൂ. അതാകുമ്പോൾ നേരെ നമുക്ക് ഉള്ളിലോട്ട് പോകാമല്ലോ. പിന്നെ ഇതിവിടെ എത്തിയിട്ട് എനിക്ക് കാർഡ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതായത് റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു മെട്രോ കാർഡ്. കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും 10% കുറയും, അതാണ് കാർഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുട്ടികൾക്കായിട്ട് എടുക്കുമ്പോൾ, അതായത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഹൈറ്റ് നോക്കിയിട്ടാണ് കേട്ടോ. അതിലെ ഹൈറ്റ് നോക്കിയിട്ടാണ് കുട്ടികൾക്ക് എപ്പോഴും ടിക്കറ്റ് എടുക്കുക, അല്ലാണ്ട് ഏജ് നോക്കിയിട്ടല്ല മെട്രോയിൽ ടിക്കറ്റ് എടുക്കാറ് കുട്ടികൾക്ക്. അങ്ങനെ കാർഡൊക്കെ എപ്പോഴും ഒരു 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വെക്കാറുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നേരെ മെട്രോയിലേക്ക് പോവാം, ഉള്ളിലേക്ക് കയറാം. അതിനായിട്ട് എത്തുമ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെട്രോ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരക്കുണ്ടാവും, അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ തിരക്കുണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിൽ വന്നിട്ട് നിന്ന് കേട്ടോ. അവിടെ നിൽക്കാനെങ്കിലും സ്ഥലം കിട്ടും, സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കുറച്ച് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം ഡോറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്, ജസ്റ്റ് നല്ല വെയിലുള്ളതുകൊണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതിങ്ങനെ കാഴ്ചകളെ കണ്ടുകൊണ്ട് ലുലുവിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ലുലു എത്തിയപ്പോഴത്തേക്ക് ഇതാ മെട്രോ സ്റ്റേഷൻ്റെ നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലമായിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. എല്ലാ ആൾക്കാരും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. അങ്ങനെ എൻട്രി ചെയ്തിട്ട് ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും എന്താ അതിനെങ്കാട്ടിയും തിരക്ക്, ആരെയും കാണാത്തൊരവസ്ഥ. ഇവിടെ നോക്കിയാൽ ഫുൾ ജനങ്ങൾ മാത്രം. ലുലുവിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവാറുണ്ട്, പക്ഷേ സെയിൽ നടക്കുന്നതുകൊണ്ട് അധികം ആൾക്കാരായിട്ടോ. എല്ലാ കടയിലും സെയിൽ നടക്കുന്നുണ്ടായിരുന്നു 50% ഓഫൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നിട്ട്. ജൂലൈ 4, 5, 6, 7 ആയിരുന്നു. അപ്പം നമ്മൾ പോയത് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ പോയത്, അതുകൊണ്ട് ഇത്രയും തിരക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ലുലു കണക്റ്റിലേക്കാണ്. ലുലു കണക്റ്റിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ കയറാൻ നോക്കുമ്പോഴത്തേക്ക് കണ്ട പുറമേ നല്ല തിരക്കാണ്. പക്ഷെ വാങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സെയിൽ നടക്കുന്ന സമയത്ത് കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചാണ് ആ സമയത്ത് പോയത് കേട്ടോ. അങ്ങനെ ഇതാ ലുലു കണക്റ്റിലേക്ക് കയറി. നല്ല തിരക്കെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. TV ഒക്കെ നല്ല ഓഫറിലുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും വാങ്ങാൻ വേണ്ടിയിട്ട് വരും. വലിയ TV ഒക്കെ നല്ല ലാഭത്തിന് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ ഒരു ട്രിമ്മർ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ ട്രിമ്മർ എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു 7-in-1 ട്രിമ്മർ ആയിരുന്നു. അത് ഭയങ്കര വേർത്തായ ഒരു കാര്യമായിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ ഹെയറിൻ്റെ സ്ട്രെയിറ്ററെല്ലാം ഉള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലും 20% ഓഫൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച ബ്രാൻഡ് തന്നെയായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് കേട്ടോ വാങ്ങിയത്, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തിരക്കില്ലാത്തൊരു സ്ഥലം വന്നിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുക നോക്കി. അപ്പുറത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ലുലു കണക്റ്റിൽ വേറൊരു സൈഡിൽ വന്നിട്ട് വാഷ് ടവലും ബാത്ത് ടവലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അതും ഇതുപോലെ തന്നെ 50% ഓഫിലായിരുന്നു. നല്ല സോഫ്റ്റ് ടവലായിരുന്നു. കാരണം ഞാനെന്നല്ല, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തല തോർക്കുന്ന ടവൽ വെച്ചിട്ട് മുഖം തുടക്കാൻ പാടില്ല. സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതിന് ഫേസ് ടവലായിട്ട് വേറെ തന്നെ ടവൽ മസ്റ്റായിട്ട് എല്ലാവരും കീപ്പ് ചെയ്യണം. പിന്നെ ഒരു ഹാൻഡ് ടവലും കൂടെ വാങ്ങാനുണ്ടായിരുന്നു വാഷ് ബേസിന് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അതും ഓൾറെഡി വാങ്ങിയത് മോശമായിപ്പോയി. അപ്പോൾ ഒന്ന് നല്ലതെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വേഗം അഴുക്കാവുന്നതുകൊണ്ട് മടിയായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ സൈസാണ് കേട്ടോ, 4 എണ്ണം കിട്ടുന്നത്. അത് പക്ഷേ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇച്ചിരി വലുത് മതി എന്നുള്ളായിരുന്നു. ഭയങ്കര വലുതെന്നല്ല, ഇത് ഞാൻ ഇപ്പോൾ എടുത്തൊരു സൈസിൽ മതി എന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, 2 എണ്ണം കിട്ടുമല്ലോ, മാറ്റി ഇടാമല്ലോ. മഞ്ഞ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അഴുക്കാവുമെന്ന് വിചാരിച്ചിട്ട് മഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഈ ഒരു കളറാട്ടോ എടുത്തത്. ഈ ഒരു കളറിൽ പെട്ടെന്ന് അഴുക്കായ കാണുമൊന്നുമില്ലല്ലോ, അതായത് എന്തെങ്കിലും കറ പറ്റിയാൽ പോലും കാണില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നല്ലത് കിട്ടുമോയെന്ന് ഇങ്ങനെ നോക്കാൻ പോയി കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇയർഫോൺ, ഇയർപോഡ് നോക്കണമെന്നുണ്ടായിരുന്നു. അതിങ്ങനെ ചെറുപറാന്ന് പറഞ്ഞ ഓഫറിൽ ഇങ്ങനെ അങ്ങ് ഇട്ടിട്ടുണ്ടാവും ഓരോ ബ്രാൻഡിൻ്റെത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്നെടുത്ത് നോക്കാം നല്ലതാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നെടുത്തു. അത് പിന്നെ ഇത് ഈ ഒരു കാണുന്ന ബെഡ്ഷീറ്റ് എടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഈ ഒരു ലുലു കണക്റ്റ് എന്ന് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. അങ്ങനെ നടന്ന് ഫ്രണ്ടിലെത്തി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് വേഗം ബില്ല് ചെയ്തു, അവർ കവറിലാക്കി തന്നിട്ട് സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് കോർണറിലാണ് പോയത്. ഈ ഒരു സാധനം ലുലു സ്റ്റോറിൽ കയറുന്ന സമയത്ത് പുറത്ത് വെക്കണമല്ലോ, അതുകൊണ്ട് നമ്മളിതന്നെ ഈ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ലുലു കണക്റ്റിൽ വാങ്ങിയ സാധനം അവിടെ ബാക്ക് സ്റ്റോറിൽ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലുലു സ്റ്റോറിൽ കയറിയിട്ടും ഇതേപോലെ തന്നെ നല്ല തിരക്ക് തന്നെ. ഫ്രണ്ടിൽ കുറേ ഓഫറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ, അന്നേ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റേറ്റ് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഓഫർ പ്രൈസിൽ ഇവിടെ കിടക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഓഫർ പ്രൈസിൽ എടുക്കുമ്പോൾ അങ്ങനത്തെ ഓൺലൈൻ സെക്ഷനിൽ എങ്ങനെയുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതെങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു സ്ലിംഗ് ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ. അതിനായിട്ട് ഡ്രസ്സൊക്കെ നോക്കി. ഡ്രസ്സൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ വലിയ ഓഫർ പ്രൈസൊന്നും അതിലുണ്ടായിരുന്നില്ല. ഒന്നാമത് വലിയ ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരു ഹാഫ് ചെയ്യുന്ന പോലെ ഉണ്ടായത്. അതുകൊണ്ട് ഡ്രസ്സ് എനിക്ക് വലിയ ഓഫർ ബഡ്ജറ്റിൽ തീരെ തോന്നിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും യൂഷ്വലി ഉണ്ടാവുന്നൊരു ബഡ്ജറ്റ് തന്നെയാണ് ഡ്രസ്സിനും കാര്യങ്ങൾക്കെല്ലാം ഉണ്ടായത്. പിന്നെ ബാഗ് പുറത്തുനിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കയറുന്ന ഇവിടുന്ന്. പിന്നെ വേറെ ഒരു ചെറിയൊരു പൗച്ച് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു പേഴ്സ് പോലെ. ഓൾറെഡി ഒന്നുണ്ട്, പക്ഷെ കുറേ നാളായി, എനിക്ക് ഒന്നും ഒരു 6-7 വർഷമായി ഞാൻ ഒരു പൗച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറെ ഞാൻ പിന്നെ വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ വലുതെടുക്കാണ്ട് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നെടുത്തു. ഇത് ഒന്ന് നോക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ചില്ലറ പൈസയിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ഇളകിയോണ്ട് എനിക്ക് വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, 100 രൂപേൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലിയ എടുക്കാനൊരു ഇതുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. ഓൾറെഡി ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എവിടെന്നെങ്കിലും കണ്ടാൽ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടില്ല. നോർമലായിട്ടുള്ള ഒരു പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പേഴ്സ് വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് അഗിയേട്ടന് ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ, ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു ഓഫീസിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു സപ്പോർട്ടറിൻ്റെ നെക്ക് സപ്പോർട്ടറില്ലേ, അതിൽ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. എപ്പോഴും ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ട്രെയിനിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അത് വലിയ സെറ്റായില്ല. കുറച്ച് സീറ്റ് ചെരിഞ്ഞ സീറ്റാണെങ്കിൽ പെർഫെക്റ്റ് ആയിനിന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ഒരു 500 രൂപേൻ്റെ ഉള്ളിലുണ്ടായപ്പോഴത്തേക്ക് അതും എടുത്തു. അത് പുറമേ സിബുള്ളതാണ്, അതുകൊണ്ട് കവർ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റും അഴുക്കായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ അങ്ങ് നടന്നു. ഇനിയൊന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഈ ഒരു സെക്ഷനിലെല്ലാം വലിയ തിരക്ക് കുറവായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും ഈ സെയിൽ നടക്കുന്നത് ഏറ്റവും ലുലു കണക്റ്റിലാണ് ഏറ്റവും നല്ല ലാഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. നല്ല ക്യൂ ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ വേഗം തന്നെ ബില്ല് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാഗ് സ്റ്റോറിൽ തന്നെ പോയിട്ട് ബാഗ് അവിടെ വെച്ചു. എന്നിട്ട് മതി ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നേരെ ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെയും ഇതിനെക്കാട്ടി നല്ല തിരക്കാണ്. അവിടെയും കുറേ സാധനങ്ങൾ ഓഫറിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഓഫറിലുള്ള സാധനങ്ങളൊന്നും നോക്കിയെടുക്കാൻ വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുന്ന് അങ്ങ് എത്താൻ തന്നെ നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ആശീർവാദിൻ്റെ ഒരു 10 കിലോൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇനി ചപ്പാത്തിയും ഗോതമ്പ് ദോശയും വേണം, അതുകൊണ്ടാണ് ആശീർവാദിൻ്റെ ഒരു വലിയ പാക്കറ്റ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് സെക്ഷനിൽ പോയി. ഇവിടെ വന്നാൽ പിന്നെ ഫുഡ് വാങ്ങാണ്ട് പോകാനേ പറ്റില്ല, നല്ല അടിപൊളി ഫുഡാണ്
ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലുലുവിൻ്റെ ഫുഡ്. ഭയങ്കര അഫോർഡബിളും ആണ്, നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും കഴിക്കുന്ന ഫുഡ് നമുക്കറിയാമല്ലോ എന്തോരം ക്വാണ്ടിറ്റി കിട്ടുന്നു. അതുകൊണ്ട് അവിടെ നിന്നും ബിരിയാണിയും പിന്നെ ആവശ്യമുള്ള കുറച്ച് ഫുഡൊക്കെ എടുത്ത് അങ്ങനെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ട് ബില്ലിംഗ് സെക്ഷനിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഇത് നല്ല ക്യൂ ആയിരുന്നു. നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആയിരുന്നു. കുറേ സമയം നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടും ഈ ഒരു ക്യൂ, ഓരോ ആൾക്ക് വലിയ വലിയ ഇത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ട്രോളിയൊക്കെ. നമുക്ക് പിന്നെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറേ സമയം നിൽക്കേണ്ട വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ പോവുകയാണ്, മെട്രോ കയറിയിട്ട് പോകാണ്ട തിരക്കാണ്. അപ്പം 3rd പോകണം മെട്രോ കയറണമെങ്കിൽ ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കവറൊക്കെ എടുത്തിട്ട് എപ്പോഴും വരാറ്. എന്നിട്ടും അത്രയും സമയത്ത് പോലും താഴത്തെ തിരക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. 50% സെയിൽ നന്നായിട്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ച് പോയി. നല്ലോണം ആൾക്കാർ പൈസ മുതലാക്കിയിട്ടുണ്ടാവും മിക്ക ആൾക്കാരും. അങ്ങനെ ഇതാ മെട്രോയിൽ കയറി. അവിടെയും നല്ല തിരക്കായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വേഗം സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ തന്നെ കയറിയതുകൊണ്ട്. അങ്ങനെ എന്താ ഈ ഒരു സെയിലിൻ്റെത് കുഴപ്പമില്ലാത്ത ഓഫറിൽ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ലുലു സെയിൽ ഓഫർ വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ഇറ്റ്സ് ടിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.